നമുക്കൊരു ചക്ക ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ചക്ക ധാരാളം ഉണ്ട്. എപ്പോഴും പഴുപ്പിച്ചത് കഴിച്ച് നമ്മൾ മടുത്താണ്. അപ്പോൾ ഒരു ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചക്കയൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് 2 പിടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കവർ മിൽമ പാലെടുത്ത് നന്നായിട്ട് കട്ടിയാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പം അതുകൂടി ഒന്ന് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പൊട്ടിച്ചതും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ അടപ്പൊക്കെ ഒന്ന് അടച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പാല് നല്ല കട്ടി ആയതുകൊണ്ട് അരയാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കട്ടെ എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോയെന്ന്. അപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്ത് ഒന്ന് കോരി നോക്കട്ടെ. കോരി നോക്കിയപ്പോൾ നമ്മുടെ പാലാണെങ്കിലും ചക്കയാണെങ്കിൽ എല്ലാം നന്നായിട്ട് അരഞ്ഞ് മധുരമൊക്കെ പാകത്തിനേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ചക്കയ്ക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എങ്കിൽ അതിലേക്ക് 2 ഏലക്കയോ കാഷ്യൂ ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആ ഏലക്കയുടെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നും. അപ്പോൾ ഇവിടെ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഈ രീതിയിലാണ് ഞങ്ങൾ ഷേക്ക് അടിച്ചെടുത്തത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആ കാഷ്യൂവും ആ ഏലക്കയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നും. അപ്പം അങ്ങനെ അവർക്ക് കൊടുത്താലും നല്ലതാണ്. അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് അടിച്ചെടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ.